നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഒരു പാട്ട് വൈറലായി. അത് മറ്റൊന്നുമല്ല, പോറ്റിയെ കേറ്റിയെ എന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഗാനമായിരുന്നു. ഈ പാട്ടിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. അയ്യപ്പ ഭക്തി ഗാനത്തിൽ കേസെടുക്കാനാണ് നീക്കം. അതേസമയം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനത്തിൽ CPMന് നോവുന്നത് എന്തിനെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഗാനം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് അതിൻ്റെ ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ളയും പറഞ്ഞു. ഇതേ അയ്യപ്പ ഭക്തി ഗാനം കൊണ്ട് CPIM പാരഡി ഗാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അത് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJPക്കാര് ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം CPMന്റെ പറയുന്നത്, എന്റെ സ്നേഹിതനാണ്, അദ്ദേഹം പറയുന്നത് ഇത് വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നാണ്. ഈ രാജു എബ്രഹാം ആരുടെ തോളിൽ കൈയിട്ടുണ്ടാ നിൽക്കുന്നത്? വിശ്വാസികളെ വേദനിപ്പിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത് ജയിലിൽ കിടക്കുന്ന പത്മകുമാരന്റെ തോളിൽ കൈയിട്ടുണ്ടാ രാജു എബ്രഹാം നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ചർച്ചയാണ് ഇവിടെ. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് UDF പ്രതിനിധിയും RSP നേതാവും മുൻ മന്ത്രിയുമായ ബാബു ദിവാരൻ, LDF പ്രതിനിധി സതീഷ് വസന്ത്, BJP പ്രതിനിധി P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ്. ആദ്യം ശ്രീ ബാബു ദിവാരനിലേക്ക്. അങ്ങ് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ട വ്യക്തിയാണ്. പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും തോൽവിയും അറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പാരഡി ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും വന്നതിന് ശേഷമൊന്നുമല്ല. നമുക്കറിയാം, പണ്ട് മൈക്കൊക്കെ കെട്ടിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി ഗ്രാമാന്തരങ്ങളിലൂടെ വാഹനങ്ങൾ പോകുമായിരുന്നു. നോട്ടീസ് വലിച്ചെറിയുകയും അത് ഓടിച്ചെന്നെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് ഇപ്പോൾ CPM പറയുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ബിനു, ആദ്യം ബിനു പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള, പാർലമെൻറ്റ് ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ പാരഡി എഴുതിയ അവരെ വിളിച്ച് UDF ഒന്ന് ആദരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നുമല്ല, ഇപ്പം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലൂടെ എത്രയോ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്, ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, എത്രയോ മണിക്കൂറുകൾ ഓരോ നേതാക്കന്മാരും പ്രസംഗിച്ചിട്ടുണ്ടാവും. ഈ ഇത്രയും പ്രസംഗങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത എഫക്റ്റാണ് ഈ 4 വരി കേരളത്തിലെ ജനങ്ങളുടെ ആ സന്ദേശം. ഞാൻ അതിനെ കാണുക, ഞാൻ ആവർത്തിച്ച് വായിച്ചു നോക്കി. എത്ര സ്പെസിഫിക് ആയിട്ടാണ് ഈ ശബരിമലയുമായിട്ട് നടന്നിട്ടുള്ള ഈ കൊള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ. അണ്ടിയാപ്പീസിലെ തൊഴിലാളികളും അവിടെ അയ്യപ്പ ഭക്തരായിട്ട് അവരെല്ലാം ഏറ്റു പാടിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര സ്പെസിഫിക് ആയിരുന്നു, എത്ര കലാപരമായ ഒരു പാരഡി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പാരഡികൾ കേരളത്തിലും ഏത് വിഷയം വന്നാലും പാരഡികൾ ഇന്നും വരാറുണ്ട്. എന്തെല്ലാം വിഷയങ്ങളിൽ പാരഡികളുണ്ട്. അയ്യപ്പനെ സംബന്ധിച്ച് തന്നെ എത്രയോ പാരഡികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യമില്ലേ, ആ പാരഡികൾ ഏറ്റവും കൂടുതൽ പാരഡികൾ ഇറക്കിയിട്ടുള്ളത് CPM ആണ്. അപ്പോൾ അവർക്ക് അന്നൊന്നും തോന്നാത്തൊരു വികാരം തോന്നിയതിൻ്റെ കാരണം ഇതാണ്. ഇത്രയും ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ളയെ കുറിച്ച് ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റാൻ കഴിയുന്ന 4 വരികളാണിത്. അതിനകത്തെല്ലാം ഉണ്ട്. പോറ്റി വരുന്നതും സ്വർണം ചെമ്പാവുന്നതും അത് വിൽക്കുന്നതും അത് ആരാണെന്നും ഈ 4 വരിയിൽ നിന്ന് ഇത്ര സ്പെസിഫിക് ആയിട്ട് ഇത് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത് പറ്റിയതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 10 ദിവസത്തിന് മുമ്പേ ഇറങ്ങണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിനിപ്പോൾ അവർ പാരഡിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ മതവികാരം ഭരിക്കുന്നു എന്നാണ് ആരായി പറയുന്നത്? CPM മതിൽ കെട്ടിയെന്ന് മറന്നുപോയോ? അവിടെ നമ്മുടെ വടക്കൻ കേരളത്തിൽ മുഴുവൻ ഒരു പോസ്റ്റർ ഇവർ പ്രചരിപ്പിച്ചു. ഇത്ര ഹരിക്കുന്ന ആർത്തവരക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു രേഖാചിത്രമാണ് അവിടെയൊക്കെ പരിചയിച്ചത്. അതിൽ കൂടുതൽ അപമാനം ഈ നമ്മുടെ കേരള നാടിനുണ്ടോ? ഞാൻ പറഞ്ഞ മതത്തെ ഹനിക്കുന്നതല്ല, ഇത്രയും കൂടുതൽ വിശ്വാസികളുള്ള ഈ കേരളത്തിൽ മതവിശ്വാസികളല്ല അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളല്ലെന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നില്ലേ? ഇവരെല്ലാം രഹസ്യമായിട്ട് എന്തെല്ലാം പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ അടുത്ത കാലത്ത് കേട്ടത്. ഈ അടുത്ത കാലത്തും പിണറായി വിജയൻ പോയി അട്ടമംഗല്യ ദേവപ്രശ്നം വെച്ചെന്നാണ്. അവരാണ് മതത്തെക്കുറിച്ച് എന്താ കാര്യം എന്ന് അറിയാം. ഇതിനി അങ്ങോട്ട് പോകും തോറും
ഇനി ഒരു മെസ്സേജും വേണ്ട. ഞാൻ പറഞ്ഞ UDF ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഇനി ഒന്നും നമ്മൾ പറയണ്ട. ഇതിപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ആ മെസ്സേജ് ഇസ് ക്ലിയർ. ഇനി അതിനെക്കുറിച്ചൊന്നും വേണ്ട. പിന്നെ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഇതിനേക്കാൾ നല്ല ഇതിനകത്ത് എനിക്ക് ഒരു വരിയും കൂടെ ചേർക്കണമെന്നുണ്ട്. കൊടുക്കണേ പണി അയ്യപ്പ എന്നും കൂടെ ഒന്ന് ചേർക്കണം. ഇന്ന് 5ാമത്തെ വരി അടുത്ത പാട്ട് വരുന്നുണ്ട്. അയ്യോ കൊടുക്കണേ പണി അയ്യപ്പ എന്നുകൂടെ ചേർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വാസുവിനെ കുറിച്ചുള്ള അടുത്ത ഗാനം അണിയറയിൽ ഒരുങ്ങുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവർ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അപ്പോസ്തലന്മാരാണ്. മൊത്തം കച്ചവടം അവരുടെ കയ്യിലിരിക്കുക. ഇന്ത്യയിൽ ലോകത്ത് എവിടെയെങ്കിലും പാലസ്തീനിൽ അവിടെ ആരാണ്ടേ ജയിലിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അന്ന് മുദ്രാവാക്യം വിളിയാണ്. പിന്നെ അത് മാത്രമല്ല, അയ്യപ്പനെ കുറിച്ച് മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം വിളിച്ചവരായി പറയുന്നത്. എവിടെ നമ്മളെ അടുത്ത കാലത്ത് കണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തിയത്? പിന്നെ അവിടെ പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുത്തി വിളിക്കുക സ്വാമിയെ അയ്യപ്പ എന്ന്. അതാണല്ലോ ഇവർക്ക് ഈ മതം. അതിൽ കൂടുതൽ മാധവികത ഹനിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വിനാശകാലേ വിപരീത ബുദ്ധി. അതെ, ഇപ്പൊ കേസ് കൊടുക്കട്ടെ. അതെ അതെ. സതീഷ് വസന്ത്, ഈ ഇത്തരത്തിൽ എന്തിനാണ് ഇത്തരം പാട്ടുകളെ പേടിക്കുന്നത്? CPM വാളുകൾക്കിടയിലൂടെയും വെടിയുണ്ടകൾക്കിടയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനുള്ളപ്പോൾ ഇത്തരം പാട്ടുകളെ എന്തിനു ഭയക്കുന്നു? ബിനു, ഇപ്പം ബാബുദാരൻ സാറും ബിനുവൊക്കെ പറയാനായിട്ടോ ഇതെല്ലാം CPM കൊണ്ടുവന്ന് കേസ് കൊടുത്തതെന്നാണ്. CPM ആണോ കേസ് കൊടുത്തത്? നിങ്ങൾ ആളുകളെ പേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഇത് തിരുവാഭരണ കമ്മിറ്റി, പത്തനംതിട്ടയുള്ള തിരുവാഭരണ കമ്മിറ്റി ഇങ്ങനൊരു ശബരിമല ശാസ്താവിൻ്റെ പേരിൽ ഒരു അവകാശീയമായ രീതിയിൽ ഒരു ഗാനം അങ്ങനെ കൂലിക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇത് വന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരാണ് കോടതിയിൽ പോയത്, അല്ലാതെ CPM ആയോടെങ്കിലും പോയിട്ടുണ്ടോ? ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊടിസുനി എന്നതുപോലെ അല്ലേ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ CPM അല്ലല്ലോ പോയിട്ടുള്ളത്. നമുക്ക് CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഗാനം ഇറങ്ങിയിട്ടുള്ളത് അത് വയലേഷൻ ഓഫ് ദി ഇലക്ഷൻ അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിൽ എന്ന് വെച്ചാൽ മതസ്പർദ്ധ, അതെങ്കിൽ മതസ്പർദ്ധ, പിന്നെ അതുപോലെ തന്നെ വ്യക്തി ഹത്യ, ഇതൊന്നും പാടില്ല. അല്ലെങ്കിൽ അല്ല അതിൽ ആ പാട്ടിലുണ്ടെന്നല്ലേ സാറേ പറയുന്നത്. ഇപ്പൊ ശബരിമല അല്ല ഞാൻ പറഞ്ഞിട്ട് ശബരിമല സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഒരു ഇതല്ലേ? ഇതിപ്പോൾ സതീഷ് വസന്ത് കണ്ടുവാണല്ലോ. അതിലിപ്പോൾ സ്വാമിയെ എന്നതിന് പകരം മന്ത്രിയെ ഇത് ഇങ്ങനെ ഓരോന്നും പരിശോധിക്കാം. ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാൽ ഇതിലെല്ലാം തന്നെ ഇത് തന്നെയല്ലേ പറയുന്നത്. പാരഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ ഒരാളെ മോശപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു കമ്മിറ്റി ഇപ്പം നിങ്ങൾ ഇത് പറയുന്ന കേട്ടുമ്പോഴത്തേക്ക് ഇപ്പം രാഹുൽ മാങ്കുട്ടത്ത് ഒരു സ്പെഷ്യൽ കേസ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. പറഞ്ഞത് അത് പരാതി ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഉദയസംബന്ധമായ കാര്യങ്ങളിൽ ചെയ്യുന്നതിൽ ഒരു കോടതിക്കോ നാട്ടുകാർക്കോ ഒന്നുമില്ല. അത് പരാതിയായിട്ട് വരുമ്പോഴേ പ്രശ്നം പറ്റുള്ളൂ. അന്നാരും പരാതി പറഞ്ഞിട്ടില്ല. അന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? UDF പറഞ്ഞിട്ടുണ്ടോ? അന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പരാതിയായിട്ട് പോയത് ആരാണ്? CPM ആണോ? CPM ഇതുവരെ പരാതിയായിട്ട് പോയിട്ടില്ലല്ലോ. CPM പറഞ്ഞതെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, അത് പരിശോധിക്കണം എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൂ. അത് കേസായിട്ട് പോയിട്ടുള്ളത് തിരുവാഭരണ അവിടുത്തെ പത്തനംതിട്ട തിരുവാഭരണ കമ്മിറ്റിയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല പോയിട്ടുണ്ട്. അപ്പം നിങ്ങളിതെല്ലാം പറയുന്നത് വെച്ചാൽ CPM ആണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ BJP പ്രതിനിധി P. കൃഷ്ണദാസ് കൂടിയുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ സഖാക്കൾ പറയുന്നത് ഇത് BJPയുമായി ബന്ധപ്പെട്ടവരാണ് ഇത്തരത്തിൽ പരാതിയുമായി പോയതെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി പറയും. ശ്രീ P. കൃഷ്ണദാസ്, ഇതിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഇതിലെ മറ്റു സംവിധാനങ്ങളുടെ പ്രശ്നമോ ഒന്നുമില്ല. പാരഡികൾ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ ഒക്കെ ഇറങ്ങുന്നത് എത്രയോ മന്ത്രിമാർക്കെതിരെ, എത്രയോ സംവിധാനങ്ങൾക്കെതിരെ, സർക്കാരുകൾക്കെതിരെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള പാരഡികളും സ്കിറ്റുകളും ആരോപണങ്ങളും ഒക്കെ നിരന്തരമായി കേട്ടിട്ടുള്ള പാർട്ടിയാണല്ലോ ഞങ്ങൾ BJP. രാജ്യത്ത് എന്ത് നടന്നാലും അത് BJPയുടെ മേത്തേക്ക് കയറുന്ന സ്ഥിതിയാണല്ലോ ഉള്ളത്. അത് LDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണെങ്കിലും BJP മറ്റ് ഗവൺമെന്റുകൾക്കെതിരെയാണെങ്കിലും BJP സർക്കാരുകൾക്കെതിരെയാണെങ്കിലും ഒക്കെ എത്രയോ കഥകൾ നൽകുന്നു, എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു, എത്രയോ സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നു, എത്രയോ പാർട്ടികൾ ഇറക്കുന്നു, എത്രയോ നിരവധിയായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് പോയിട്ടുണ്ടോ? ആരെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് ആരുടെയെങ്കിലും പേരിൽ പരാതി കൊടുത്തു എന്നോ ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ ഗിമിക്ക് കാണിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ഒരു ജാള്യത മറയ്ക്കാനുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥലങ്ങളിൽ നൂറുകണക്കിന്
പഞ്ചായത്തുകളിൽ വാർഡുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി, വോട്ടുകൾ കുറയുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും പരാജയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പൊ സ്വർണം കെട്ടില്ല എന്ന കേസുണ്ടോ? കേസെടുത്തിട്ടില്ലേ? പ്രതികളെ പിടിച്ചിട്ടില്ലേ? അതിൽ പോറ്റിയില്ലേ? റിമാൻഡിൽ കഴിയല്ലേ? ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് കേസിൽപ്പെട്ടില്ലേ? മുൻ കമ്മീഷണർ കേസിൽപ്പെട്ടില്ലേ? മുൻ പ്രസിഡന്റുമാരെല്ലാം മുൾമുനയിൽ നിൽക്കുകയല്ലേ? മുൻ മന്ത്രിമാർ മുൾമുനയിൽ നിൽക്കുകയല്ലേ? അന്വേഷണത്തിന്റെ ഭാഗമായി വരുമോ വരില്ലയോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ആ സാഹചര്യത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഈ തരത്തിലുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അവിടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഏത് ആളെ സംബന്ധിച്ചും ഏത് സംവിധാനത്തിനെ സംബന്ധിച്ചും ഈ തരത്തിൽ മുൻകാലങ്ങളിലും പല കാലങ്ങളിലും ഇപ്പോഴും ഒക്കെ പാരഡികളാണെങ്കിലും ചർച്ചകളാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. സർക്കാരിന് എന്തിനാ ഇത്ര വേവലാതി ഈ കാര്യത്തിൽ? മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് കേരളത്തിൽ 100-ലധികം കേസുകളുണ്ട്. എത്ര ആളുകൾക്കെതിരെ കേസുകളുണ്ട്? വിമർശിക്കാൻ പാടില്ലാത്ത ആരെങ്കിലുമാണോ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുകൾ? ഏതാളുകളെ വിമർശിക്കാം? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ എത്രയോ വിമർശനങ്ങൾ ഉയർത്തുന്നു, എത്രയോ അപഹാസ്യകരമായ കാര്യങ്ങൾ നടത്തുന്നു. ഒന്നും വേണ്ട, ഇടതുപക്ഷ ഗവൺമെന്റിലെ മന്ത്രിമാർ തന്നെ ഈ ഗവർണർക്കെതിരെ എന്തൊക്കെയാ പറയുന്നത്? മന്ത്രിമാർ വേദികളിൽ വന്നിട്ട്. അപ്പൊ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉന്നയിക്കുക, കുത്തുവാക്കുകൾ പറയുക, രാഷ്ട്രീയ പ്രചരണം നടത്തുക, ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ നിലവാരത്തിലെടുക്കേണ്ട കാര്യമേ സ്വാഭാവികമായി ഇതിനകത്തുള്ളൂ. പിന്നെ ഇതിൽ കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബിനു, അതൊന്നും അത്ര ഈസിയായി നടക്കുന്ന ഒരു കാര്യമല്ല. എഫ്ഐആർ ഇടാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കും. കാരണം ഏത് കാര്യം പറഞ്ഞു വേണമെങ്കിലും പഴയ 153 വെച്ചിട്ട്, അതായത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഏത് ആൾക്കെതിരെയും, ഇപ്പൊ ഈ ചർച്ച നടത്തുന്ന നമ്മൾക്കെതിരെയും ഈ ചർച്ച നടത്തിയതിന്റെ പേരിൽ വേണമെങ്കിൽ കേസെടുക്കാം, സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് ഏത് തരത്തിലും നടപടിയുമായി മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ തടസ്സമൊന്നുമില്ല. പക്ഷെ അതിന്റെയൊക്കെ നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു തരത്തിലും അതൊന്നും നിയമപരമായി നിലനിൽക്കാൻ പോകുന്നതല്ല. പിന്നെ എഫ്ഐആർ ഇട്ട് കുറച്ച് പേരെ പ്രതി ചേർത്ത്, ഇതിന്റെ കൂടെ പോസ്റ്റ് ഇടുന്ന ആളുകളെ പ്രതി ചേർത്ത് ഇതാരെയും ആക്ഷേപിക്കലോ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയുടെ ഭാഗമായോ വരുന്നതല്ല. ഇതൊരു പാരഡിയായി തന്നെ കണക്കാക്കണം. പിന്നെ അതിൽ BJP ആണ്, BJP-ക്കാരാണ്, ഇതൊക്കെ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. LDF തോക്കാനുള്ള കാരണം BJP ആണെന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നവരല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്നവരല്ലേ? അപ്പൊ LDF തോക്കുന്നതിന്റെ കാരണമുണ്ടെങ്കിൽ ആ കാരണം അവർ പരിശോധിക്കണം. അത് BJP-യുടെ തോപ്പിച്ചെങ്കിൽ ഞങ്ങൾക്കത് അഭിമാനമേ ഉള്ളൂ. ഞങ്ങളവരെ തോപ്പിക്കാൻ നിൽക്കല്ലേ? രാഷ്ട്രീയപരമായി എല്ലാ കാലത്തും തോപ്പിക്കാൻ നിൽക്കാൻ. അത് UDF-നെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പരാജയപ്പെട്ടാൽ അവർ ചർച്ച നടത്തണം, തിരുത്താൻ തയ്യാറാവണം. ഞങ്ങളുടെ ഉദ്ദേശം BJP സംഘടനാ സംവിധാനം എന്നുള്ള നിലക്ക്, BJP രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലക്ക് ഞങ്ങൾ ശ്രമിക്കുന്ന 2 മുന്നണിയും പരാജയപ്പെടുത്താനാണ്. തിരുവനന്തപുരത്ത് കണ്ടില്ലേ? 2 മുന്നണിയും പരാജയപ്പെടുത്തിയില്ലേ? തൃപ്പൂണിത്തുറയിൽ കണ്ടില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ ഈ 2 മുന്നണിയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത്. അപ്പൊ ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയുന്നതിന് പകരം, അംഗീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നിരന്തരമായി ആ തരത്തിൽ വാർത്തകൾ മാറ്റിവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. പാർട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ, പോലീസ് പരിശോധിക്കട്ടെ, കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുക്കട്ടെ. ആർക്കാ തടസ്സമുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പോൾ BJP-ക്കെതിരെയും ഒരു ഗാനം ഇറങ്ങിയിട്ടുണ്ട്, അതുകൂടി അല്പം കേൾക്കാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ AK സാദിഖിലേക്ക് പോകാം. ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ, പൊള്ളും നെഞ്ചം പാടുന്നുവല്ലേ താമര. ഒരു കയ്യൊപ്പ നീതി വരണം, കയ്യൊപ്പ് തരണം. ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ, പൊള്ളും നെഞ്ചം പാടുന്നുവല്ലേ താമര. ഒരു കയ്യൊപ്പ നീതി വരണം, കയ്യൊപ്പ് തരണം. ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ, പൊള്ളും നെഞ്ചം പാടുന്നുമല്ലേ താമര. എൻ കയ്യൊപ്പ കയ്യൊപ്പ താമര. ഇവിടെ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ, അവനുടെ ചിത്രം കാണുമ്പോൾ, അവനു ജയിക്കാനല്ലാതെന്നുടെ കൈവിരലെങ്ങനെ നീണ്ടിടുവാൻ, സമ്മതിദാനം ചെയ്തിടുവാൻ. ഇതിപ്പോൾ AK സാദിഖ്, ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കുമെതിരെ ഇത്തരത്തിൽ പാരഡി ഗാനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ CPM ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആകെ വിരളി പൂണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ അത് ഞങ്ങളല്ല പരാതി നൽകിയത്, ഇപ്പം അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ഏത് കാര്യത്തിലും നമുക്ക് പരാതിയുമായി മുന്നോട്ട് പോകാം, കേസ് ആയിട്ട് മുന്നോട്ട് പോകാം. ഈ ചർച്ചയെക്കുറിച്ച് വേണമെങ്കിലും ആർക്കെങ്കിലും കേസ് കൊടുക്കാം, കാരണം ഇത് ഇത്തരത്തിലുള്ള വികാരം വ്രണപ്പെടുത്തി എന്ന രീതിയിൽ. പക്ഷേ ഇത് ശരിക്കും ഈ തോൽവിയിലുണ്ടായ ഈ ഒരു തോൽവി അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, തോൽവിയിൽ അക്രമം അഴിച്ചുവിടുന്നു, അപ്പം തന്നെ തോൽവിയിൽ വിഭ്രാന്തി പൂണ്ടിരിക്കുകയാണ്. അതല്ലേ സത്യം?
ശ്രീ ബിനു, തീർച്ചയായും ഇതൊരു വിവാദം ആക്കിയതോ രണ്ട് രീതിയിലും പറയാം. വിവാദമാകുന്നതും ആക്കുന്നതും എല്ലാം ഒരു കൃത്യമായ ചില സംഘടിതമായ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ തിരഞ്ഞെടുപ്പിൽ LDFന് പരാജയമേ പറ്റിയിട്ടില്ല എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ ഇതെങ്ങനെ ബാധിച്ചു? ഈ റിസൾട്ട് ഇതുപോലെ ഒന്നായിരുന്നില്ലെങ്കിൽ ഈ ഗാനം ഇത്രയും രണ്ടാമത് ഇലക്ഷന് ശേഷം ഇത്രയും വലിയ ഒരു പബ്ലിസിറ്റി വരില്ലായിരുന്നു. ഇപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളത് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ പാരഡിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്നൊക്കെയുള്ള ലെറ്റർ പാഡ് സംഘടനയുടെ പേരിൽ ആരെങ്കിലും കേസിന് പോയാൽ അതൊരു വിഷയമേ അല്ല. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം കേസുകൾക്ക് പോകുന്നു. പണ്ടൊരു നവാബ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നു, അവസാനം കോടതി അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വരെ പ്രഖ്യാപിച്ച നാടാണ്. അതുകൊണ്ട് അത് പോകുന്നതല്ല വിഷയം. ഇവിടെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം ഇത് വലിയ വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്നിടത്തും കേസ് എടുക്കണമെന്നും അന്വേഷിക്കണമെന്നും പറയുന്നിടത്താണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതനുസരിച്ചാണെങ്കിൽ വിശ്വാസത്തെ തകർക്കുന്നതും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുമാണെന്നാണ്. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. പക്ഷേ ഒരു ചെറിയ ഭേദഗതിയേ ഉള്ളൂ. വിശ്വാസം, മാർക്സിസ്റ്റ് വിശ്വാസം പോകും. 2, ഭക്തർക്ക് ഇഷ്ടപ്പെടില്ല. അത് അയ്യപ്പ ഭക്തർക്കല്ല, പിണറായി ഭക്തർക്കും ഇഷ്ടപ്പെടില്ല. ആ 2 രീതിയിൽ പിണറായി ഭക്തിയും മാർക്സിസ്റ്റ് വിശ്വാസത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പാരഡിയാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പക്ഷേ ഇതാരാ പറയുന്നത്? ഈ പറയുന്നതാരെന്നറിയാമോ എന്നൊക്കെയുള്ള മുദ്രാവാക്യമെന്ന് ചോദിച്ചാൽ KPAC എന്ന് പറയുന്ന ഒരു നാടക സംഘത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പച്ചപിടിച്ചത്. സാംബശിവൻ എന്ന കൊല്ലത്തെ ഒരു കഥാപ്രസംഗ വ്യക്തിയാണ് ഈ പാർട്ടിയെ കേരളത്തിൽ മുഴുവൻ, അന്നൊക്കെ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള ആ വിമർശനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ രീതിയിലൊക്കെ അന്നൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ എന്നേ അകത്തായി പോയത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, നേരത്തെ ബഹുമാന്യനായ ശ്രീ ബാബു സാറ് പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്ന നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ മാണിക്യമലരായ ഹൂറി എന്ന് പറഞ്ഞൊരു പാട്ട് ഓർമ്മയുണ്ടോ? അത് വലിയ വിവാദമായി. അഡാർ ലവ്, അന്ന് ആ പാടിയ ആ വ്യക്തിയെക്കുറിച്ചൊക്കെ വലിയ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ കുഞ്ഞബ്ദുള്ളയ്ക്കും പാടിയ വ്യക്തിക്കുമൊന്നുമില്ലേ? ഇവിടെ എന്തെല്ലാം വിവാദങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളവർ 100-200 പാട്ടുകൾ ഒരു പ്രവാസിയായി ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയവും വോട്ട് ചെയ്യാൻ പോലും ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു സർഗവാസന വളരെ നർമ്മത്തിൽ ആരുടെ ഒരു വികാരത്തെയും ഹർട്ട് ചെയ്യാതെ എന്നാൽ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ശ്രുതി മധുരമായി വന്ന ആ ഗാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത് ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്നവർക്ക് മലയാളം അറിയാൻ വയ്യാത്തത് കൊണ്ട് അവരവരുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇതിട്ട് ഇത് അയ്യപ്പനെ സ്തുതിക്കുന്നതാണെന്നുള്ള രീതിയിൽ അവർ എൻജോയ് ചെയ്തു പോവുകയാണ്. അതിനെ പിന്നെ ഈ CPMകാർ തടഞ്ഞു നിർത്തിക്കാൻ പറയുകയാണ്. അവർക്ക് മലയാളം അറിയില്ല, ഇത് പിന്നെ സഖാക്കളെ ആണെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാന്ന് അവർക്കറിയില്ല. പിന്നെ ഈ സഖാക്കൾ എന്ന് കേൾക്കുമ്പോൾ ഇത്ര പൊള്ളേണ്ടെന്ന ആവശ്യം എന്താ? സഖാവ് എന്ന വാക്ക് മാർക്സിസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലല്ലോ, സഖാവെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇനി ഈ സഖാവെന്നുള്ള വാക്ക് ഈ കേരളത്തിന് സംഭാവന ചെയ്തതാരാ? CPM പറയുന്നത് ഞങ്ങളുടെ പര്യായമാണ്, അതിൻ്റെ പേറ്റൻറ്റ് ഞങ്ങൾക്കാണ്. 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് തേങ്ങാപ്പട്ടണംകാരനായ അംശി നാരായണപിള്ള എഴുതിയ വരികളാണ് വരിക വരിക സഹചരി, ഓർമ്മയുണ്ടല്ലോ. അതിലെ 2ാമത്തെ ഒരു പാരഗ്രാഫാണ് എത്ര നാളിങ് അടിമയായി കിടക്കണം സഖാക്കളെ. കേരളത്തിൽ ആദ്യമായി സഖാക്കളെ, സഖാവെന്നുള്ളൊരു വാക്ക് പരിചയപ്പെടുത്തിയത് 1930 കോൺഗ്രസ്സുകാരനായ അംശി നാരായണപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നത് 1939. അപ്പോൾ സഖാവ് എന്ന വാക്കിൻ്റെ പേറ്റൻറ്റ് പോലും കോൺഗ്രസ്സുകാരൻ്റെ ഇല്ല. അപ്പം പിന്നെ സഖാക്കളെ എന്ന് പറഞ്ഞതിന് ഇവരെന്തിനാണ്? മറ്റൊരു കാര്യം കൂടി അവിടെ പറയാനുണ്ട്. BJP ഇപ്പോൾ ഭാരത് മാതാ കി ജയ് അവരുടെ പേറ്റൻ്റാണെന്ന് പറയുന്നു.
ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യം വിളിക്കുന്ന മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നാണ്. രണ്ടാമത് വിളിക്കുന്ന മുദ്രാവാക്യമായിരുന്നു മഹാത്മാഗാന്ധി കി ജയ്. അപ്പോൾ ഭാരത് മാതാ കി ജയ് BJPയും കൊണ്ടുപോയി, സഖാവ് എന്നുള്ളത് CPMും കൊണ്ടുപോയി. അന്നും ഇന്നും കോൺഗ്രസിൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ജയ് ഹിന്ദ്, അത് മാത്രമാണ്. നമ്മുടെ ചാനലും അത് തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്തരത്തിൽ ഉപയോഗിച്ച വാക്കുകൾ പോലും മറ്റുള്ളവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, കൊണ്ടുപോകട്ടെ എന്നുള്ള രീതിയിലാണ്. അവിടെയാണ് ഈ വിഷയം. ഇനി മറ്റൊന്ന് നോക്കാം. അയ്യപ്പനെ ഹനിക്കുന്നു അല്ലെങ്കിൽ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ ഓരോരുത്തരും ഈ അയ്യപ്പനെയും അവിടുത്തെ തന്ത്രിമാരെയും കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്താൽ സഹിക്കാൻ കഴിയുമോ? അയ്യപ്പനെക്കുറിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിഷ്ഠ മാത്രമല്ല, ആ പ്രതിഷ്ഠയെ പരിപാലിക്കുന്ന തന്ത്രി ബ്രഹ്മചാരിയാകണം. അദ്ദേഹം ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞിട്ട് പിന്നത്തെ വാക്ക് ഞാൻ പറയണോ? വ്യഭിചാരം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുവരെ പോയവരാണെന്ന് പറഞ്ഞപ്പോൾ ഈ വികാരമൊന്നും വന്നില്ലേ? സ്വരാജ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ എന്താ? മാളികപ്പുറത്തമ്മ കരഞ്ഞ കണ്ണീരാണ് പ്രളയം. 2018 ആഗസ്റ്റ് 17 ചിങ്ങം. ഒരൊറ്റ വ്യക്തി പോലും, ഒരു കന്നി അയ്യപ്പനോ ഗുരുസ്വാമിയോ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനമുണ്ട്. ആ അർത്ഥത്തിൽ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പോയി. അതുകൊണ്ട് ഇനി സ്ത്രീകൾക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞ സ്വരാജ് ഇവിടുത്തെ ഭക്തന്മാരുടെ വികാരത്തെ ഇളക്കിയില്ലേ? നമ്മുടെ ശ്രീമതി ടീച്ചർ എന്ന മന്ത്രി പറഞ്ഞ എന്താണ്? മുൻമന്ത്രി, സ്ത്രീകൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വന്നാലും അമ്പലത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനായിട്ട് വന്ന് ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരാണ് ഇവർ എന്ന് പറഞ്ഞില്ലേ? ജി സുധാകരൻ മന്ത്രി പറഞ്ഞ എന്താ? തന്ത്രിമാരുടെ ആസനത്തിൽ ശൂലം കയറ്റണം. അടിവസ്ത്രം ധരിക്കാത്തവരാണ് മന്ത്രിമാർ. എന്തിനേറെ VS അച്യുതാനന്ദൻ എന്ന അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മുൻ രാജാവ് രാജകുടുംബത്തിലെ മരണപ്പെട്ടു പോയ ഏറ്റവും അവസാനത്തെ അദ്ദേഹം എല്ലാ ദിവസവും അവിടെ പോകുന്നത് തൊഴാനല്ല, ആ പാത്രത്തിൽ കൊണ്ടുവരുന്നത് പായസമല്ല, സ്വർണ്ണമുരുക്കിയാണ് കൊണ്ടുവന്നതെന്ന് വരെ പറഞ്ഞ പാരമ്പര്യം അത് ഇവിടെ ചരിത്രത്തിൽ ഇവിടെ രേഖകളായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെയാണോ വിഗ്രഹം ഇരിക്കുന്നതെന്ന് ചോദിച്ചതും കുറേയേറെ സംഭവങ്ങളുണ്ട്. നിരവധി അനവധി ഒരുപാട്. നമ്മൾ അത് ഇതൊരു സാന്ദർഭികമായി ഇതൊക്കെ പറയേണ്ടി വരുന്നു. അതെ അതെ. ശ്രീ ബാബു ദിവാരൻ, ഇവിടെ ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സർക്കാർ എടുത്തൊരു തീരുമാനം, അതായത് ഈ സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത 19 ചിത്രങ്ങൾ, പലസ്തീൻ അനുകൂല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് അത് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രദർശനവും നടക്കുന്നു. ഇനി എന്തു വന്നാലും ഞങ്ങളത് സഹിച്ചുകൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പം ഇത്തരം ഈ ഇരട്ടത്താപ്പുകളെ, അതായത് ഒരു വശത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന CPM, മറ്റൊരു വശത്ത് ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങളെ തടയുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അസഹിഷ്ണുത കാണിക്കുക, ഇതിനെ എങ്ങനെ നോക്കിക്കാണാം? ഞാൻ മനസ്സിലാക്കുന്നത് ആ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാതിരുന്നത് ഒരു ടെക്നിക്കൽ എററായിരുന്നു. ഇവർ അത് സമയം നവംബറിൽ തന്നെ ഈ ചിത്രങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ റിവ്യൂവിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് അനുമതി കൊടുക്കണം, അവർ ചെയ്തില്ല. ഡിസംബറിലെ ആദ്യം അവസാനം കൊണ്ടാണ് ഇത്, അല്ല പകുതി കഴിയുമ്പോൾ കൊണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞ അത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെ പ്രദർശിപ്പിക്കരുത്. അതിന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കി അവരാ സിനിമകൾ കണ്ടിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ മന്ത്രി വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ചോദിക്കുന്നത്. ഞാൻ അതാ മുമ്പേ പറഞ്ഞത്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ല ഇവരുടെ മാത്രം ഒരു കുത്തകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഈ തള്ളൊക്കെ എത്ര കാലം കൊണ്ട് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞില്ലേ? ഈ തെരഞ്ഞെടുപ്പ് അതാ കാണിക്കുന്നത്. ഇത് എൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയും, ഇപ്പോഴും ഈ മൂഢന്മാർ ആ ലോകത്ത് തന്നെ ജീവിക്കുക. ഇത്രയും ഒക്കെ പഠിച്ചിട്ടും എന്താണ് യഥാർത്ഥ കാരണം? ഈ തോൽവിക്കുള്ള യഥാർത്ഥ കാരണം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു ഈ ഭരണത്തെ? അവരൊരു അവലോകനം നടത്തട്ടെ. അവരുടെ പാർട്ടി യൂണിറ്റുകളുണ്ടല്ലോ, എല്ലാ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടി യൂണിറ്റുള്ള പാർട്ടി CPM തന്നെയാണ്. ആ പാർട്ടി യൂണിറ്റുകളിൽ എന്തുകൊണ്ട് നമ്മൾ ഈ തോൽവിക്ക് കാരണമായി ഒരു അവലോകനം നടത്താൻ, ഒരു പഠനം നടത്താൻ പിണറായി വിജയൻ തയ്യാറാണോ? ആദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യൂണിറ്റുകളിൽ നിന്നെല്ലാം പറയും പിണറായി വിജയൻ രാജിവെക്കണമെന്ന്. ഈ സ്വർണ്ണക്കള്ളക്ക് കൂട്ടുനിന്നവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം.
അതെ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഞങ്ങൾ ജയിച്ചു നിൽക്കുകയാണ്. ഇപ്പം ഒരുപാട് കണക്കുകളും എപ്പോഴും ഇവർക്ക് കസരത്തുണ്ടല്ലോ. അതൊക്കെ നമുക്ക് എങ്ങനെയാണ്, ഞാനും അവരുടെ കൂടെ കുറേ നാൾ പ്രവർത്തിച്ച ആളായതുകൊണ്ട് എനിക്കിതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയും ആയി ഇതെല്ലാമായിട്ട് പോലും ഇവർക്ക് ഇത് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. തീർച്ചയായിട്ടും സതീഷ് വസന്ത് ഈ പറഞ്ഞതുപോലെ ഈ സന്ദേശം എന്ന സിനിമയിൽ ബോബി കൊട്ടാരക്കര വളരെ ലളിതമായി ശങ്കരാടിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ബൂർഷ്വാസികളും തക്കം പാർത്തിരുന്നതും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗോവിന്ദമാഷൊക്കെ ഇത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്? അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. അല്ല വിനു, അല്ല തോൽവി നമ്മൾ സമ്മതിച്ചല്ലോ. തോൽവിക്ക് കാര്യം എന്താണെന്ന് ഇപ്പം ബൗദ്ധരാജ് പറഞ്ഞ പോലെ എവിടെയാണ് നമുക്ക് തോൽവി വന്നിട്ടുണ്ട്, താഴെക്കടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഓരോ പാർട്ടിക്കും CPI ആയിരുന്നാലും കേരള കോൺഗ്രസ് ആയിരുന്നാലും എല്ലാ പാർട്ടികൾക്കും അത് മനസ്സിലാക്കി എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റും, ആ പാളിച്ചകൾ തെറ്റിദ്ധരുത്തിക്കൊണ്ട് കൊണ്ടുപോകണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എവിടെയാണ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്? എവിടെയെങ്കിലും അല്ലല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ബാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, ഞാൻ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് ഈ അയ്യപ്പ നിങ്ങൾ പറയുന്നത് പിന്നെ ശബരിമലയിലെ കേസ് ആണെങ്കിൽ പന്തളത്ത് എങ്ങനെയാണ് BJP രീതിയിൽ നിന്ന് അങ്ങനെ പോയത് നിങ്ങളൊന്ന് മനസ്സിലാക്കും. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അവിടെയല്ലേ അവർ ആഗോള ഇതൊക്കെ അറിയാം, അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. എന്നാൽ അത് വേണ്ടേ? അല്ല, അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ കൊല്ലത്ത് ഇപ്പം അറിയാം, കൊല്ലത്തൊക്കെ ചില പഞ്ചായത്തുകൾ, അതായത് രൂപീകൃതമായ കാലം മുതൽ നെടുമ്പന പഞ്ചായത്ത്, അത് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്നും സംഭവിക്കുന്നില്ലേ? പ്രമുഖരായിട്ടുള്ളവർ നമുക്കെടുക്കാം. മുട്ടട വാർഡിൽ എടുക്കാമല്ലോ. മുട്ടട വാർഡ് എന്ന് വെച്ചാൽ CPM-ന്റെ കുത്തകയിലായിരുന്നു, മനസ്സിലായില്ലേ? അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ അത് അവലോകനം ചെയ്ത് തന്നെ പോകുള്ളൂ. അതുപോലെ ചെയ്യൂല എന്നല്ല, താഴെക്കടയിൽ സംസാരിക്കാൻ വേണ്ടി തന്നെ ഇന്നലത്തെ LDF അങ്ങനെയാണ് പറഞ്ഞത്. LDF ചർച്ച ചെയ്യണ്ട. LDF എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ താഴെക്കടയിൽ നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും താഴെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ പൂർണ്ണ രൂപം ജനുവരി 2-ാം തീയതി കൂടുന്ന LDF വയ്ക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പോകണം. അത് ശരിയാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിനു, നിങ്ങളിത് പറഞ്ഞല്ലോ, അയ്യപ്പ ഇപ്പോൾ ശബരിമലയിലെ കേസിന് ഇന്ന് ഒരാളിനെ അറസ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അല്ലെ നിങ്ങൾ ശ്രീമാർ ആരാ? ശ്രീമാർ നിങ്ങൾ പറയൂ. അദ്ദേഹം ഉള്ള സമയത്താണ് ഈ ഇത് നടക്കുന്നത്. അദ്ദേഹം ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്താണ്. ആണല്ലോ, അത് നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇന്ന് തൊട്ട് മുമ്പുള്ള വാർത്തകളിൽ ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തു. ഇപ്പോഴും നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിനകത്ത് അത് പോകുന്നുണ്ട്. അല്ല, ബ്രേക്കിംഗ് ന്യൂസ് അല്ലല്ലോ. ഇതിപ്പോ ചർച്ച വേറെ വിഷയമല്ലേ? ഭക്തിഗാനങ്ങളിൽ രാജു എബ്രഹാം പറഞ്ഞപ്പം അതിനൊരു ചർച്ചയ്ക്ക് എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ ഈ പാർട്ടിനകത്ത് CPM-കാർ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയൊക്കെ 100% ബോർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ അവരും വന്നിട്ടുണ്ട്. ശ്രീ വാസു ആയിരുന്നാലും ശ്രീ പത്മകുമാർ ആയിരുന്നാലും. അപ്പൊ ഈ താഴെക്കടയിലെ ഓഫീസർമാരൊക്കെ ഏത് യൂണിയനിലായിരുന്നു? അല്ല, ഏത് യൂണിയൻ ആണെങ്കിലും ഏതാണെങ്കിലും അന്ന് ഭരിച്ചത് മുഴുവൻ CPM തന്നെയല്ലേ? ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് CPM മന്ത്രി ആയിരുന്നില്ലേ? അല്ല, നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മാത്രമായിട്ട് തീരുമാനം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമല്ലോ. അല്ല, ഞാൻ സ്വാഗതം ചെയ്യും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് കുറെയൊക്കെ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കടകംപള്ളിയിലേക്കൊക്കെ എത്താൻ പോകുന്ന സന്ദർഭത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ട് ഒരു ശബരിമലയെ സംബന്ധിച്ച് ഇത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ CPM-ഓ അതിലൊന്നും കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഇടപാടും പറ്റില്ല. സ്റ്റേറ്റ് ആൻഡ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതിലൊന്നും ഇടപെടാനും പറ്റും. നിങ്ങൾ ഇടപെടണമെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും നടക്കില്ല. അപ്പോൾ നമ്മൾ ഇടപെടുന്നില്ല, ഞാനിത് പറയുന്നത് ഇടപെടാൻ ശ്രമിച്ചാലും നടക്കില്ല. അപ്പം അത് ഈ സമയബന്ധിതമായി അത് നിങ്ങൾക്കിപ്പം സമയം കൊടുത്തിട്ടുണ്ട്, നീട്ടി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി. ഇത്രാം തീയതിക്കാണ് എനിക്ക് തോന്നുന്നു, അടുത്ത മാസം 12-ാം തീയതിക്ക് ആണ് എനിക്ക് തോന്നുന്നു അത് ഫൈനൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പറയുന്നത് വെച്ചാൽ ഇതിപ്പം ഈ പാട്ടിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സഖാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സഖാക്കളല്ല കൊണ്ട് കൊടുത്തിട്ടുള്ളത്.
ഒരു CPM-ന്റെ പ്രവർത്തനമല്ല ഈ കേസിന് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു അല്ല, ഈ CPM-ന്റെ പാർട്ടിയിൽ പ്രവർത്തനം അസഹിഷ്ണുത പുലർത്തുന്ന സഖാക്കളാണ്. ഏത് സഖാക്കൾ നിങ്ങൾ പറഞ്ഞു? ഇപ്പം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞെന്നല്ലാതെ വേറെ ഏത് സഖാവാണ് പറഞ്ഞിട്ടുള്ളത്? പറയും. അല്ല, പൊതുവെ കേരളത്തിലെ ഉള്ള സഖാക്കൾക്ക് തന്നെയാണ് ഇതിൽ അസഹിഷ്ണുത ഉണ്ടാകുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. EP ജയരാജന്റെ ഒക്കെ വാക്കുകളൊക്കെ അല്ല, EP എന്ത് പറഞ്ഞിട്ടുണ്ട്? EP വല്ലതും പറഞ്ഞിട്ടുണ്ട്? ആ കാലം കേട്ടിട്ടില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. EP അങ്ങനെ പറഞ്ഞിട്ടേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. രാജീവ് അബ്രാം മാത്രമാണ് അങ്ങനെ ഇത് സ്റ്റേറ്റ്മെന്റ് എന്തുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അതെന്ന് പറയുന്നത് ഇലക്ഷൻ്റെ കോണ്ടാക്ട് ഇത് വന്നിട്ട് അതിൻ്റെ റൂൾ അനുസരിച്ച് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കുന്നു, അല്ലാതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ നിങ്ങളെടുത്ത് ഇത് സഖാക്കൾക്ക് അല്ലെങ്കിൽ CPM-ന് ഇതിലെന്തോ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയായ നടപടിയല്ല. അല്ല, ഇത് ഈ പാരഡി ഗാനം, അതായത് CPM-ന് നോവുന്നത് എന്തിനെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-നല്ലല്ലോ, ഞാൻ ഇതല്ലേ ബിനു പറഞ്ഞത്, CPM-നല്ലല്ലോ ഇതിൻ്റെ ഇത്. CPM കൊടുത്തിട്ടില്ലല്ലോ, കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് തിരുവാഭരണ പത്തനംതിട്ടയിലെ തിരുവാഭരണ കമ്മിറ്റിയിലെ കൊടുത്തിട്ടുള്ളത്. ആ തിരുവാഭരണത്തിൻ്റെ കടലാ സംഘടനയൊന്നുമല്ല. അവിടെ ഈ തിരുവാഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇതാണ്, ഈ അയ്യപ്പ സേവാ സംഘം പോലെ നടത്തുന്നതാണ്. അവരാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു അയ്യപ്പൻ്റെ പേര് വെച്ച് ഇങ്ങനെ ചെയ്തത് ശരിയായ നടപടിയല്ല, അതിനെതിരെ കേസ് പോടുന്നു. അല്ലാതെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളൊന്നും പോയിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, നമുക്ക് എന്തിനാ സന്തോഷം? ഞാൻ സന്തോഷം എന്നാലും സന്താപമായിരുന്നാലും ഇതെല്ലായിടത്തും വന്നല്ലോ. ഇത് ഈ കാര്യങ്ങൾ എല്ലായിടത്തും പരന്നു കഴിഞ്ഞല്ലോ. അതിന് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തൊരു വീട്ടിലെ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും പാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ശ്രീ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പല വിഷയങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ പാട്ട് മാത്രമല്ലാതെ ഓരോന്നിലേക്ക് വന്നാൽ ഇപ്പം VC നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവർണർക്ക് വഴങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ പൊതുവേ ഇപ്പോൾ CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ മുൻ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള RS ശശികുമാർ സാറൊക്കെ പറഞ്ഞത് ഇത്തരത്തിൽ പെട്ടെന്ന് പിണറായി വിജയൻ ഗവർണർക്ക് കീഴ്പ്പെടുന്നു, SFIയുടെ പ്രതിഷേധമൊക്കെ ആവിയായി പോകുന്നു, അത്തരത്തിൽ എന്തൊക്കെയോ ഭയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ED അന്വേഷണം, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ അസഹിഷ്ണുതയ്ക്കുമൊക്കെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ബിനു, ഈ സർക്കാർ കേൾക്കുന്ന എല്ലാ ആരോപണങ്ങളും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം സ്വാഭാവികമായും ചെയ്യാത്ത കാര്യത്തിന് ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നിയമസഭയ്ക്കകത്ത് വെറുതെ ഒരു പ്രസംഗം നടത്താറില്ലല്ലോ. നിയമസഭയ്ക്കകത്ത് എന്തും പറയാം. അത് പുറത്തു പറഞ്ഞാൽ മാത്രമേ കേസ് ഉണ്ടാവൂ. ആളുകൾ ഏതൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, അതെന്തെങ്കിലും തെറ്റായ കാര്യങ്ങളാണോ അതല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണോ? സ്വാഭാവികമായും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഇത് ആരോപണങ്ങൾ എന്ന് പറയുന്ന ആരാണ്? LDF ആണ്. യഥാർത്ഥത്തിൽ നടന്നു എന്ന് കോടതി അന്വേഷിക്കാൻ നിയമിച്ചിട്ടുള്ള സമിതി, പ്രത്യേക അന്വേഷണ സംഘം അത് കണ്ടെത്തുകയല്ലേ? അതൊരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും അറസ്റ്റ് ചെയ്യല്ലേ? മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യല്ലേ? ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവല്ലേ? അപ്പൊ സ്വാഭാവികമായും ആരോപണം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ആളുകൾ അതിനെ മറക്കാൻ വേണ്ടി ആരോപണം എന്ന് ഉന്നയിക്കുക എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് നടന്നിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു, അന്വേഷണമായി മുന്നോട്ട് പോകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റിക്കവറി നടന്നിരിക്കുന്നു. ആ തരത്തിലൊരു വലിയ സ്വാഭാവികമായി നടക്കേണ്ട നീതിയുടെ നിർവഹണത്തിന്റെ എല്ലാം ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഇവർക്ക് എന്താ റോളുള്ളത് ശ്രീപിനും? അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഇത് ഞങ്ങളുടെ സർക്കാരാണല്ലോ ഇതൊക്കെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. പ്രത്യേക ഇവരോട് പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളോടും ഒരു വിവരവും പറയരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പുറത്തു പോകും, ഇത് സ്വാധീനമുണ്ടാകും, ഇത് സർക്കാരിന്റെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ടെല്ലാം കോടതിയിലേക്ക് നേരിട്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു കമന്റ് ഉണ്ടായപ്പോൾ, പണ്ട് ശ്രീ വിശ്വനാഥൻ ധനവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ
അദ്ദേഹത്തിനെതിരെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന ഒരു കമന്റ് വന്നപ്പോൾ ബിനുവിന് ഓർമ്മയുണ്ട്, അദ്ദേഹം രാജിവെച്ചു പോയി. ഒരാളെന്നല്ല, നിരവധി ആൾ. ശ്രീ LK അഡ്വാനി അദ്ദേഹത്തിനെതിരെ സമൻസ് കിട്ടിയപ്പോഴത്തേക്കും അദ്ദേഹം രാജിവെച്ചു പോയി. ശ്രീമതി ഉമാഭാരതി നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് ഒരു പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടു എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ ഈ തരത്തിലുള്ള നടപടികൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശിക്ഷിച്ചാലേ ഞങ്ങൾ രാജിവെക്കൂ, അപ്പീലിലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ രാജിവെക്കൂ എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും കോടതി ചെയ്തിരിക്കുന്നത് ഈ സർക്കാരിൽ, ആഭ്യന്തര വകുപ്പിൽ പൂർണ്ണമായും അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുക. അതല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലും ഒരു യൂണിറ്റിനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിറ്റിനോട് അന്വേഷിക്കാൻ പറഞ്ഞാൽ പോലെ അത് തങ്ങൾക്ക് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് കോടതി പറയുന്നതിന്റെ കാരണം എന്താണ്? സർക്കാരിൽ ആഭ്യന്തര വകുപ്പിലുള്ള, വിജിലൻസിലുള്ള, മറ്റ് സംവിധാനങ്ങളിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തലാണ്. ബെന്നി ചോദിച്ചതുപോലെ ഇതിനൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒന്നും കാര്യമില്ല. എന്തിനാ അഡ്ജസ്റ്റ്മെന്റ്? ഈ കേരളത്തിലെ നടക്കുന്ന ഈ തരത്തിലുള്ള നടപടികൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായി കേസെടുക്കുന്നതും നടപടികളുമായി പോകുന്നതും BJP കേന്ദ്രം ഭരിക്കുന്നുണ്ടല്ലേ. അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്താണ് ഇത് നടക്കുമോ? ഇപ്പൊ ലാവ്ലിൻ കേസിലെ മായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ മാറ്റിവെച്ചു എന്ന ആരോപണമാണല്ലോ സ്ഥിരമായി ഉന്നയിക്കപ്പെടുന്നത്. ആരാ അപ്പീൽ കൊടുത്തത്? എവിടെ നിന്നാണ് ഊരിപ്പോയത്? എവിടെ നിന്നാണ് വിടുതലുണ്ടായത്? അപ്പൊ അതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഈ പക്ഷേ അതില് ഒരു ഇടപെടുകയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ വരുമ്പോൾ ഈ കേന്ദ്രത്തിന്റെ പല നടപടികളും, ഇപ്പോൾ EDയുടെ പല നടപടികളും നമുക്കറിയാം. നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ പലതിലും എടുത്ത നടപടികളല്ല ഈ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ, മറ്റു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കെതിരെ എടുത്ത നടപടികളല്ല കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ. കേരളത്തിൽ എന്തോ ED മുട്ടിടിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു എല്ലാവരിലും ആ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. അതിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നു. അപ്പീൽ കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു. അപ്പീൽ കൊടുത്തതിന് ശേഷമാണ് ഈ ധാരണ ഉണ്ടായത്. അതെ, അതാണ്. അപ്പീൽ കൊടുത്തപ്പോൾ പിണറായി കാണേണ്ടവരെ കാണേണ്ട വിധത്തിൽ കണ്ടു. അപ്പീൽ കൊടുത്തതിന് ശേഷമാണ് ഈ ധാരണ ഉണ്ടായതും. അതെ, അതുവരെ നിലപാട് ശക്തമാണ്. ശരി ശരി, സാറ് പൂർത്തിയാക്കിക്കോളൂ. ഇല്ല, ഞാൻ പൂർത്തിയാക്കാൻ അപ്പീൽ കൊടുത്തതിലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പീൽ കൊടുത്തല്ലോ, അപ്പീൽ കൊടുക്കാതിരുന്നില്ലല്ലോ, മാറ്റിവെച്ചില്ലല്ലോ, വിടുതൽ കൊടുത്തില്ലല്ലോ. ഏത് സമയത്താണ് വിടുതൽ പോയെന്ന് പ്രോസിക്യൂഷൻ ആരായിരുന്നു അന്വേഷിക്കണ്ടേ? സ്വാഭാവികമായും ആ സമയത്ത് സ്വാഭാവികമായും ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളിവിടെ ചാനൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ബിനു അങ്ങ് ചോദിച്ചതുപോലെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ അതിന്റെ പ്രശ്നം. ഈ സർക്കാർ EDയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സെൻട്രൽ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര കേസുകൾ എടുത്തു, എത്ര നടപടികൾ എടുത്തു? അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അവർക്കെതിരെ നടപടി, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അത് റദ്ദ് ചെയ്യാനും അതിന് നടപടിയിൽ നിന്ന് ഒഴിവാകാനും ഉദ്യോഗസ്ഥന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ED ഏതെങ്കിലും തരത്തിൽ ഇവിടെ പിന്നോട്ട് പോയിട്ടുണ്ടോ? എല്ലാം ഇപ്പൊ ശബരിമല കേസിൽ പോലും EDയുടെ ഇടപെടൽ വന്നില്ലേ? അപ്പൊ അത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ആരിലേക്ക് എത്തുമോ എത്തില്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിൽ നടപടിയുമായി പോകാൻ, അതിൽ പ്രാഥമിക അന്വേഷണവുമായി പോകാൻ, അതിന്റെ നടപടികളിലേക്ക് കടക്കാൻ ED തയ്യാറാകുന്നു എന്നുള്ള, ED മാത്രമല്ല എല്ലാ കേന്ദ്ര ഏജൻസികളും, കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒരു തെറ്റായ നടപടി ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിൽ കേരളം എന്നുള്ള ഒരു പ്രത്യേക പരിഗണന അടിസ്ഥാനത്തിലല്ലല്ലോ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും കേരളത്തിലെ ഗവൺമെന്റ് ആയാലും ആർക്കെതിരാണെങ്കിലും ശക്തമായ നടപടിയായി മുന്നോട്ട് വരുന്നു. ഇതേ നടപടി തന്നെയാണ് ബംഗാളിൽ ശ്രീമതി മമതയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അവിടെ കൃത്യമായി കേസുകൾ എടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നു. ഓക്കെ, താങ്കളിലേക്ക് വരാം. AK സാദിഖ്, ഇവിടെ ഇപ്പോൾ സകല മേഖലകളിലും നമുക്കറിയാം, ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാൽ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ പരിശോധിച്ചാൽ അതറിയാം. ശബരിമല, അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതി, VC-മാരുടെ നിയമനം, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ശമ്പള വർധനവിനായിട്ട് തിടുക്കപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുന്നു. ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള മാർഗങ്ങളായിട്ട് തന്നെ കാണേണ്ടി വരും. നമുക്കറിയാം, ഈ 5 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ 5 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് പരിശോധിച്ചാൽ, ഇപ്പോൾ നഗരസഭ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇതിൽ ഒരെണ്ണത്തിൽ പോലും മേൽക്കൈ നേടാൻ CPM-ന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, നമുക്ക് പല ജില്ലാ പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും വർഷങ്ങളായി, രൂപീകൃതമായ കാലം മുതൽ CPM-ൻ്റെ കൈവശം ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ രാജാവ് നഗ്നനാണെന്ന് പറയാൻ അതിനുള്ള ഒരാൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരുള്ളപ്പോഴൊക്കെ
പാർട്ടി സെക്രട്ടറിയുടെ റോള്, ജനറൽ സെക്രട്ടറിയുടെ റോൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരക്ഷരം ചലിക്കാൻ അന്ന് കഴിയില്ല. VS മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഈ അപജയം, അതായത് മുഖ്യമന്ത്രി കാര്യങ്ങൾ തീരുമാനിക്കുന്നു, PM ശ്രീയിൽ ആരും അറിയാതെ ഒപ്പിടുന്നു, VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങൾ, കോലാഹലങ്ങൾ, SFI ഇവിടെ തെരുവുകൾ കീഴടക്കുന്നു, ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്നു, ഡീലുകൾ നടക്കുന്നു. എന്താണ് ഈ ഒരു പോക്ക്? CPM-ൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ ഈ 2016 മെയ് മാസം ഏതാണ്ട് 28-ാം തീയതിയോടുകൂടി അവസാനിച്ചു. പണ്ട് ശ്രീ ബിനു പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ആക്ഷേപം LDF-ൻ്റെ ഭരണം വരുമ്പോൾ ഗവൺമെൻറ് അല്ല ഭരിക്കുന്നത്, പാർട്ടിയാണ്. സെക്രട്ടേറിയറ്റിൽ ആരും കാണത്തില്ല. അതേസമയം AKG സെൻറ്ററിൽ വലിയ തിരക്കുമായിരിക്കും. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്ന കാലമുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ആക്ഷേപം ഇല്ല. കാരണം AKG സെൻറ്ററിലായാലും പിന്നെ സെക്രട്ടേറിയറ്റിലായാലും എവിടെയാണെങ്കിലും ഒരൊറ്റ രാജാവേ ഉള്ളൂ, ഒറ്റ ക്യാപ്റ്റൻ, നമ്പർ 1. ഈ നമ്പർ 1 എന്നൊക്കെ പറയുന്ന നമ്പർ 1 ഉള്ളൂ, വേറെ 2, 3 ഒന്നും ഇപ്പം ഇല്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പാർട്ടി സെക്രട്ടറിയായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ VS എന്തു പറഞ്ഞാലും പാർട്ടി തീരുമാനമേ നടപ്പിലാകൂ, ഇല്ലെങ്കിൽ അദ്ദേഹം അതിനെ എതിർക്കും. അന്ന് പാർട്ടിയാണ് വലുത്, മുഖ്യമന്ത്രിയല്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയൊക്കെ വേറെ ഉണ്ട്, പക്ഷേ പാർട്ടി സെക്രട്ടറി അല്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് വലുത്. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോകട്ടെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് വല്ല റോളും ഉണ്ടോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ ഇംഗ്ലീഷിൽ ഒരു അഭിപ്രായം പറയും, പിറ്റേ ദിവസം ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ അഭിപ്രായം മാറ്റുമ്പോൾ മറ്റേ ദേഹം അവിടെയും അഭിപ്രായം മാറ്റും. അതിലും നല്ലത് നേരെ ഇദ്ദേഹത്തിനോടങ്ങ് ചോദിച്ചാൽ പോരെ, എന്തിനാ വെറുതെ അദ്ദേഹം വ്യക്തിപരമായി. AKG സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടം 10-30 കോടി രൂപ ചിലവാക്കി, അഭിമാന സ്തംഭം. അത് എങ്ങനെയാണ് അഭിമാന സ്തംഭമാവുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കാഴ്ചക്കാരനായി നോക്കി ബാക്കിൽ നിർത്തിയാണ് ചെയ്തത്. ഈ പാർട്ടിക്ക് ഇത് എന്തു പറ്റി? അവിടെയാണ് പിരപ്പങ്കോട് മുരളി XMLA പറഞ്ഞത്, ഈ പാർട്ടി പാർലമെൻ്ററി ഡെമോക്രസിയിൽ അധിഷ്ഠിതമായി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റായി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പം ഇന്നലെ 1-2 ദിവസം മുമ്പ് ഈ പരാജയം വന്നപ്പോഴത്തേക്ക് ചാനൽ ചർച്ചയിൽ വരുന്ന ചില സഹയാത്രികരൊക്കെ ശ്രീ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചത് കുഴപ്പമായിപ്പോയി, ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ കേട്ടതിന് മുമ്പേ പിന്നെ അത് നിന്നു. കാരണം ഇടപെട്ട് കാണും, മിണ്ടിപ്പോകരുത് എന്നുള്ളത്. എന്നിട്ട് ഒരാൾ ന്യായീകരിച്ചത് എന്താ, നടക്കാൻ വയ്യാത്ത അദ്ദേഹത്തിന് അവിടെ എങ്ങാണ്ട് വന്നപ്പം കാറിനകത്തോട്ട് കൈക്ക് പിടിച്ച് കാറി കയറ്റി. എന്ത് വിശാല ഹൃദയനായ ആശാൻ, പിന്നെ എന്താ പണ്ട് പള്ളു പറഞ്ഞ് അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, അതേപോലെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് പോയെന്ന്. അദ്ദേഹം കയറിയ ആൾ പറഞ്ഞ എന്താ, മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ 10 ഇരട്ടി വിലയുള്ള കാർ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അല്ല ഇപ്പം, പക്ഷേ ഇപ്പം ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി വാങ്ങിയ കാർ 1 കോടി 10 ലക്ഷമായിരുന്നു. അത് തിരുത്തു വന്ന് കാണാം. എന്തായാലും നോക്കൂ, ഇനി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു സെക്കൻഡ്, ഈ CPM-ന്റെ പ്രത്യയശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്നുള്ള ഇപ്പം മനസ്സിലായില്ലേ? അതെ, മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി 1 കോടി 10 ലക്ഷം രൂപയുടെ കാറിലാണ് സഞ്ചരിക്കുന്നത്. ഒരു കാറല്ല സാറേ, ഒരു കാറാണ്. 1 കോടി 10 ലക്ഷം 60 ലക്ഷം ആട്ടെ, അല്ലെങ്കിൽ 100 ലക്ഷം ആട്ടെ. നിങ്ങൾ ആലോചിക്കണം, ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി സാധാരണ മാരുതി കാറിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എത്ര ലക്ഷം രൂപയുടെ കാർ അവിടെ കിടക്കുന്നത്? പോരാ, മുഖ്യമന്ത്രിക്ക് ഒരു കാറ്, ഗവർണർക്ക് വേറൊരു കാറ്, മുഖ്യമന്ത്രിയുടെ കാറിൽ വേറെ ആരും കയറാൻ പാടില്ല. ഇതൊക്കെ ഏത് മാർക്സിസമാണെന്നാ എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അവര് കമ്മ്യൂണിസത്തിന്ന് ഒക്കെ വളരെയധികം പുറകോട്ട് പോയി എന്ന് മാത്രമല്ല, വാസവൻ മന്ത്രി വിഴിഞ്ഞത്ത് വന്നപ്പോൾ പറഞ്ഞ എന്താ, നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനി സഖാവ് ഇവിടെ ഇരിക്കുന്നെന്ന്. അപ്പോൾ അവർ ഏതാണ്ട് ഒന്നുകിൽ ഇവർ രണ്ടുപേരും മുതലാളിയായി, അല്ലെങ്കിൽ മറ്റേ അദ്ദേഹത്തിനെയും കൂടെ ഇവർ സഖാവാക്കി. എന്തായാലും അവർ തമ്മിലുള്ള ഒരു സഹകരണ സംഘമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായി അപജയം സംഭവിച്ചു. അതുപോലെ അടിമത്ത മനോഭാവം. ഇപ്പോൾ പലരും പറയുന്നത് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി, വേറെ അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കമാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയും അച്ചടക്കമല്ല, അടിമത്തമാണ്. ഇവിടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് നമ്മൾ കേട്ടു. ഞാനൊരു അഭിപ്രായം ഉണ്ടാകും, ഞാനൊരു അഭിപ്രായം പറയും,
പക്ഷേ എതിരഭിപ്രായങ്ങൾ ഒരുപാട് വരും, പിന്നീട് ഒരു തീരുമാനം ഉണ്ടാകും. മറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ടെടുത്ത് ഒരു കാര്യം പറയും, പിന്നെ അവിടെ ചർച്ചയുമില്ല, ഒന്നുമില്ല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത തികച്ചും ഏകാധിപത്യപരമായ ഒരു നിലപാടിലൂടെ ഈ പാർട്ടി പോകുന്നത് കൊണ്ടാണ് ഇത് ഈ അപജയങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും സകല മേഖലകളിലും പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേഖലയിലും ആകെ കൂടി ജില്ലാ പഞ്ചായത്തിൽ 7-7 എന്നുള്ള ഒരു സമനില ഒഴിച്ചാൽ ഗ്രാമപഞ്ചായത്തിൽ 350 പഞ്ചായത്തുകളുടെ വ്യത്യാസം, ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ വ്യത്യാസം, മുനിസിപ്പാലിറ്റിയിൽ വ്യത്യാസം, കോർപ്പറേഷനിൽ 4-1 നേരെ തിരിഞ്ഞായി കഴിഞ്ഞ പ്രാവശ്യം. ഇത് ഇത്രയും ചെയ്തിട്ടും പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, വോട്ട് കിട്ടി. 3% വോട്ട് ശതമാനത്തിൽ ആയിക്കോട്ടെ. ടോസ് ചെയ്ത് ജയിച്ചാൽ പോലും ജയം ജയമാണ്. ഇനി ഏറ്റവും നല്ലത് ഈ പാർട്ടിയും ഈ മുന്നണിയും ഇങ്ങനെ തന്നെ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്നാൽ കാരണം SSLCക്ക് 210 മാർക്ക് വേണം ജയിക്കാൻ. ഏതെങ്കിലും 2 വിഷയത്തിന് 60-70 മാർക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ജയിച്ചെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അതേപോലെ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഞങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് എന്ന്, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 18 സീറ്റ് കിട്ടിയപ്പോൾ CPM പറഞ്ഞ എന്താ? വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്. BJP പോലും അത് പറഞ്ഞിട്ടില്ല. BJPയേക്കാൾ സാധാരണ എല്ലാവരും ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വർഗീയത പറയുന്നത് BJP ആണെന്നാണ്. ആ BJP പോലും അത് പറയാത്ത സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും രാഹുൽ ഗാന്ധിയുടെ വിജയവുമൊക്കെ വർഗീയ ശക്തികളുടെ പിന്തുണയാണ്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കൂ, ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇവരൊക്കെ ഇന്നലെ വരെ ഈ മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ വോട്ട് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും. അപ്പോൾ പണ്ടൊരവസരത്തിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ അബ്ദുൽ നാസർ സദ്ദാം ഹുസൈൻ്റെ ചിത്രം വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചവരാണ്. എന്നിട്ട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കൂടെയാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാർ ആരുടെ കൂടെയാണെന്ന്. കോൺഗ്രസ്സുകാർ ആരുടെയും കൂടെയല്ല, കോൺഗ്രസ്സുകാർ ഇന്ത്യയിലുള്ളതാണ്. അമേരിക്കയും ഇറാഖുമായിട്ടൊരു വിഷയം നടക്കുന്നതിനകത്ത് ഇറാഖിൻ്റെ പക്ഷമോ അമേരിക്കയുടെ പക്ഷമോ പിടിക്കേണ്ട ആവശ്യം കോൺഗ്രസ്സിനില്ല. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്. പക്ഷേ BJPയെയും SDP-യെയും ഒക്കെ മാറി മാറി തരാതരം പോലെ സൗകര്യം പോലെ ഉപയോഗിച്ചു. ഇത്തവണ ആ ഒരു വികാരം ഉണ്ടാക്കിയത് തിരുവനന്തപുരത്ത് പ്രയോജനപ്പെട്ടു BJPക്ക്, ഇവർക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതി. പക്ഷേ കിട്ടിയത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞത്. സതീഷ് വസന്ത്, ഇനിയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഡിസംബർ പകുതിയായി, ഇനിയിപ്പോൾ മാർച്ചിൽ വിജ്ഞാപനം വരും, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഈ പിണറായി 3.0 ഒക്കെ അവിടെ നിൽക്കും. അതുമാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ആർജവത്തോടു കൂടി തന്നെ പറഞ്ഞു, തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തനം പോലും അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നെഞ്ചിൽ കൈവച്ച് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല, അതല്ലേ യാഥാർത്ഥ്യം? ഒന്നുമില്ല, അത് ചിലപ്പോൾ ബഹുമാനപ്പെട്ട VD സതീശൻ ചിലപ്പോൾ അത് മതിയാക്കി, രാഷ്ട്രീയം മതിയാക്കി പോകുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ അല്ല മുഖ്യം ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും കൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഇടതുപക്ഷമൊന്നും തകരൊന്നുമില്ല. നമുക്കൊന്നുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നല്ലൊരു ബേസുള്ള സ്ഥലം തന്നെ കേരളത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണമെന്നേ. ഇപ്പം എവിടെയാണ് നമുക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ, ആ പാളിച്ചകൾ നമ്മൾ തിരുത്തിക്കൊണ്ട് തന്നെ പോകും, ഒരു സംശയമില്ലെന്നേ. അതിൽ ഒരു ഇതുമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് എവിടെയാണ് പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തിരുത്തണം. ഇനിയുള്ള ദിവസങ്ങൾ മതി. അതല്ല ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായി ഇപ്പം ഒരു ഭരണത്തിലിരിക്കുന്നവർക്ക് ചില ആൻറ്റി ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ വരും, സ്വാഭാവികമായിട്ട് വരും. അത് മനസ്സിലാക്കാന്നേ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ BJP ഇവിടെ തിരുവനന്തപുരം 10 വർഷം അത് ഞാൻ അത് ആരെ കുറ്റം നിങ്ങൾ UDFന്റെ കുറ്റമല്ലേ? അല്ല ഞാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ജനങ്ങൾ മോശക്കാരല്ല. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ മോശക്കാരല്ല. നോക്കൂ, 2ാം പിണറായി സർക്കാരിന് മുമ്പേ ഈ 1ാം പിണറായി സർക്കാർ അവസാനത്ത് എന്തെല്ലാം സ്ത്രീ വിഷയം
ഇവർ അല്ല, ഞാൻ ഇപ്പം CPM നോട്ടീസ് ശതമാനം കുറവാണ്. പ്രതീക്ഷിച്ചത് ഇപ്പൊ മണിയാസം കോവിഡ് കാലത്ത് കോൺഗ്രസ്സുകാർ അല്ല, ഒരുപാട് അല്ല, ഈ ഒരുപാട് വോട്ട് ഘടകങ്ങളുണ്ട്. കുറവാണ്. ആ കാലഘട്ടം ഇന്ന് അല്ല വോട്ട് ഇപ്പോൾ. അതൊന്ന് രണ്ടാമത്തെ അങ്ങനെ ആണെങ്കിൽ കോവിഡ് ഇത്രയും നമ്മൾ കൂടുതൽ കിറ്റ് ചൂഷണം കൊടുത്ത് ചെയ്ത അങ്ങനെ ഒരു വോട്ട് പാർട്ടി. ചെയ്തിട്ടുള്ള കോവിഡിന്റെ പ്രബുദ്ധരായ കിറ്റും ജനങ്ങളാണെങ്കിൽ പെൻഷനും ഒക്കെ അന്ന് ഘടകമായി മാറി. ലക്ഷക്കണക്കിന് ക്ഷേമ ആൾക്കാർ പെൻഷൻ പാർട്ടിയാണ്. കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യണ്ടേ? നിങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെയാണോ ജനങ്ങൾ ഏത് വിലയിരുത്തുന്നത്? പർച്ചേസിലാണ് അല്ലല്ല പെൻഷന്റെ ഒക്കെ ഇപ്പൊ ഈ അവസാന നിമിഷത്തിൽ 400 രൂപ കൂട്ടിയതല്ലേ, അതൊക്കെ ഈ പറഞ്ഞ പോലെ അതൊന്നും ഇനി അങ്ങോട്ട് ഏശില്ല. ഏതായാലും ഞാൻ വളരെ കുറച്ച് സമയമുണ്ട്. ശ്രീ പി കൃഷ്ണദാസ്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസും BJPയുമാണ് നേട്ടമുണ്ടാക്കിയത്. CPM ഒട്ട് പരാജയം സമ്മതിക്കുന്നുമില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ BJPയും CPMും തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്ന് ശക്തമായ വാദം വരുന്നുണ്ട്. അതിനെ വളരെ ചുരുക്കി. ബിനു, ഞങ്ങൾ ആരെ പരാജയപ്പെടുത്തിയത്? തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ആരെ പരാജയപ്പെടുത്തിയത്? എത്രത്തോളം മുന്നോട്ട് പോയത്? ആരെയാ റീപ്ലേസ് ചെയ്തത്? LDFനെ അല്ലേ? അപ്പൊ LDFും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വോട്ടുകൾ നേടുകയും സീറ്റുകൾ നേടുകയും ചെയ്ത് ഞങ്ങളല്ലേ. തിരുവനന്തപുരം ഈ പറയുന്ന സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം, എല്ലാ അധികാര കേന്ദ്രങ്ങളും ഇരിക്കുന്ന ഒരു കോർപ്പറേഷൻ അങ്ങനെ തന്നെ വൻ ഭൂരിപക്ഷത്തോട് ജയിച്ച സാഹചര്യം എന്തായിരുന്നു ഇതിന്? സമയക്കുറവുണ്ട്. എന്താണ്? അല്ല, തിരുവനന്തപുരം അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കണം, നഗരമായിട്ട് ബാഴ്സലോന നഗരമാക്കണം. അല്ല, നിങ്ങൾ ആക്കിയതിന്റെ ബാക്കിയാണല്ലോ ജനങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എത്രത്തോളം അത് നന്നാക്കി എന്നുള്ളത് ജനങ്ങളെ വോട്ട് ചെയ്ത് മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ അതിനകത്ത്. സ്വാഭാവികമായും നിങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സമയമില്ല. അതായത് ശ്രീ ബാബുദിവാരൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അസഹിഷ്ണുതയുടെ ഒരു കാലമാണ് CPM പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. എല്ലാ മേഖലകളിലും അസഹിഷ്ണുത കാട്ടുകയാണ്. ഒരു വശത്തൂടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഭദ്രമാക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും UDF തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാ വിധത്തിലും UDFന് വലിയൊരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പല വർഷങ്ങളായി CPMൻ്റെ, അതായത് രൂപീകൃതമായത് കാലം മുതൽ CPMൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം തിരികെ കിട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം, കുറച്ച് നാളുകൾ മാത്രം, കുറച്ച് 3 മാസം കഷ്ടിച്ച്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും? വളരെ ചുരുക്കി ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനും പാർട്ടിയുടെ നേതാക്കന്മാരും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് VC നിയമനത്തിൽ ഇന്നലെ തന്നെ തീരുമാനമെടുത്തു. എത്ര കാലമായിട്ട് കിടക്കുന്നതാണ് ഇതൊക്കെ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ 14 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ ഇല്ലാതായിട്ട് 1 വർഷമായി. സർട്ടിഫിക്കറ്റ് കിട്ടാതെ കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. വൈസ് ചാൻസലർ വന്ന് വേണം സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ. എന്നിട്ട് ഇവർ പറയുന്ന ഞങ്ങൾ ഇവിടുത്തെ സംരക്ഷണക്കാരാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഇത് മൊത്തം കുത്തക ഞങ്ങളുടെ കയ്യിലാണ്. 2 വിദ്യാഭ്യാസ മന്ത്രിമാർ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നൊക്കെ അറിയാമല്ലോ. പക്ഷേ ഞാൻ ഇപ്പം മറ്റേ സതീഷ് വക്കീൽ പറഞ്ഞ് ഞങ്ങൾ തിരുത്താൻ പോകുന്നു, എല്ലാവരും പറഞ്ഞു തിരുത്താൻ പോകുന്നു. പക്ഷേ അതേ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു, വൈകിപ്പോയി. അതെ, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ BJPയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖരനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിട്ട് പറഞ്ഞു, ഇനി CPM അപ്രസക്തമാണ്, ഇനി ഞങ്ങളും UDFുമായിട്ടാണ് മത്സരം. അതൊരു രാഷ്ട്രീയ വിലയിരുത്തലാണ്, യാഥാർത്ഥ്യബോധത്തോടുള്ളൊരു വിലയിരുത്തലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും നാൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, CPMനെയും കൂടെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തിയാൽ ഈ പിന്നെ കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്താൻ പറ്റും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ BJPക്ക് മനസ്സിലായി ഈ കോൺഗ്രസിനെ കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല. അവർ ശ്രമിച്ച അതിനാണ്. CPMനെയും കൂടെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ, കോൺഗ്രസ് മുക്ത ഭാരതം അത് നടപ്പാക്കാൻ കേരളത്തിലും അവർ ശ്രമിച്ചതാ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അവരെയും പുറകോട്ടടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബാക്കി എല്ലായിടത്തും അവർ പുറകോട്ട് പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ ജനങ്ങളെ BJPക്ക് മനസ്സിലാവുന്നുണ്ട്. BJPക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരിമിതി നല്ലതുപോലെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ മുമ്പൊക്കെ പലപ്പോഴും ഇവർ ചൂഷണം ചെയ്തിരുന്ന അനൈക്യം അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി
കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി മുമ്പോട്ട് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചു. അതെ, BJP പോലും ഞെട്ടി. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ സാധാരണക്കാരും ജനങ്ങളുമെല്ലാം കോൺഗ്രസിനൊപ്പമായതുകൊണ്ട് ഇനിയിപ്പോൾ CPM-നെ മാറ്റിക്കൊണ്ട് വരാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഇതിലേക്ക് എത്തി. അതെ, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലും അസഹിഷ്ണുത തുടരുകയാണ്. ഈ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊക്കെ CPM മുന്നോട്ട് പോവുകയാണ്. അയ്യപ്പ ഭക്തി ഗാനത്തിൽ കേസെടുക്കാനാണ് നീക്കം. ഏതായാലും ഈ CPM-ന് ഈ കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനത്തിൽ നോവുന്നതിനാണ് ഇത്രയധികം വലിയ കൊള്ള നടത്തിയ ഒരു പ്രസ്ഥാനമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് തുടരും എന്നാണ് ഈ ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത UDF പ്രതിനിധിയും മുൻ മന്ത്രിയുമായിട്ടുള്ള ബാബു ദിവാകരൻ, LDF പ്രതിനിധി സതീഷ് വസന്ത്, BJP പ്രതിനിധി P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ്, എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ജയ് ഹിന്ദ്.